അപ്പം അത് കുറച്ച് പ്രാവശ്യം റിപ്പീറ്റ് പോയി. കാരണം ഇവര് തുടക്കം മുതലേ ചെയ്ത് വരിക, ഞങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ നമ്മുടെ അടുത്ത് തെറ്റിപ്പോകുന്നതുകൊണ്ട് ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ആക്ച്വലി ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തായിരുന്നു പടവും, പിന്നെ ആൾക്കാരുടെ റെസ്പോൺസും എല്ലാ കാര്യങ്ങളും. പുള്ളിക്കാരത്തി ഒരു കോഴിയുടെ ക്യാരക്ടറായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ ഒരു കണക്ഷൻസ് ഉണ്ട്. അത് ഞങ്ങൾ രണ്ടുപേരും ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ബോയ്സിന് ഒരു സ്കൂള്, ഗേൾസിന് ഒരു സ്കൂള്, പ്രൈവറ്റ് സ്കൂള്, പബ്ലിക് സ്കൂൾ, ഗവൺമെന്റ് സ്കൂൾ, അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് തന്നെയാണ് നമ്മളെപ്പോഴും സന്തോഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും നല്ല മെസ്സേജ് മാത്രം തരുന്ന സിനിമ വേണമെന്ന് നമ്മൾ വാശി പിടിച്ചിട്ടോ. ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും സ്പോട്ട്ലൈറ്റിലേക്ക് സ്വാഗതം. ഇന്ന് സ്പോട്ട്ലൈറ്റിൽ ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് സ്വാഗതം ചെയ്യാം. ജിതിനാണ്. ജിതിൻ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ജിതിനെ, ഏറ്റവും പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ നാരായണീൻ്റെ 3 ആൺമക്കൾ തന്നെയാണ് അല്ലേ? അപ്പോൾ സിനിമ റിലീസായതിനു ശേഷം കിട്ടിയ റെസ്പോൺസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു. ആക്ച്വലി ഞാൻ എൻ്റെ ഒരു പടം എന്നുള്ള രീതിയിലാണ് കാണാൻ പോയത്. പക്ഷെ ഞാൻ എൻ്റെ ആ സാധനം മാറ്റി വെച്ചിട്ട് വളരെയധികം പടത്തിലോട്ട് എൻഗേജ്ഡ് ആയി. എനിക്ക് കണക്ട് ആയി. കാരണം ഒരു പണ്ടത്തെ 90s വൈബ് മൂവി എന്നുള്ള രീതിയിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മൂവി. എല്ലാ രീതിയിൽ നിന്ന് നോക്കുമ്പോൾ മേക്കിംഗ് ആയാലും തിരക്കഥയായാലും വളരെ മികച്ച ഡയറക്ഷനാണ്. ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ആക്ച്വലി ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തായിരുന്നു പടവും, പിന്നെ ആൾക്കാരുടെ റെസ്പോൺസും എല്ലാ കാര്യങ്ങളും. വളരെ ഒരു നല്ല മൂവിയാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതെ, ഇപ്പോൾ അഭിനയ ജീവിതം സ്റ്റാർട്ട് ചെയ്തത് ഒരു ബിഗ് സ്ക്രീനിൽ നാരായണീൻ്റെ 3 ആൺമക്കൾ എന്ന് പറയുന്ന സിനിമയിലൂടെ ആയിരുന്നു. അപ്പൊ ആ ഒരു സിനിമയിൽ ഇത്രയും വലിയ ക്രൂവിന്റെ കൂടെയാണ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു മൊമെന്റ്സ് എങ്ങനെയായിരുന്നു? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല. കാരണം നമ്മളിതൊക്കെ സിനിമയിലോ TV-യിലോ മാത്രം കാണുന്ന കാര്യമാണ്. അത് ഇത്രയും അടുത്ത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഭയങ്കര എക്സ്പീരിയൻസാണ്. കാരണം കാരവാനിൽ കയറുക എന്നൊക്കെ പറയുന്നത് നമുക്ക് കൊച്ചിയിലുള്ളൊരു ആഗ്രഹമാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ ഇത്രയും വലിയ വലിയ സെലിബ്രിറ്റീസ്, ജോർജ് ആയാലും, അലൻ സിയറ, സുരാജ് ചേട്ടൻ, ഇവരൊക്കെ അടുത്ത് കാണാൻ പറ്റുക, ഇത്രയും വലിയ ക്രൂവിൻ്റെ കൂടെ സിനിമ എന്താണെന്ന് മനസ്സിലാവുന്നത് ഈ ഒരു ക്രൂവിൽ ചെയ്തപ്പോഴാണ്. കാരണം ഒരു ചെറിയ പടമല്ല ഇത്, വലിയ ബഡ്ജറ്റിൽ തന്നെ ചെയ്ത വളരെ മനോഹരമായൊരു പടമാണ്. അപ്പം എൻ്റെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് എക്സ്പീരിയൻസ് ആണ്. പക്ഷെ അതൊരു വലിയ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു, ചെറിയ രീതിയിലല്ല. അപ്പം വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ്. അതെ, ആ ലൊക്കേഷനിൽ ഉണ്ടായിട്ടുള്ള മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഓർമ്മകൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും? ലൊക്കേഷനിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സീൻ തന്നെയാണ്. ഞങ്ങളുടെ സീൻ അത് ഒരു സിംഗിൾ ഷോട്ടാണ് വരുന്നത്, തുടക്കം മുതലേ ഇതായിട്ട്. അപ്പം അത് കുറച്ച് പ്രാവശ്യം റിപ്പീറ്റ് പോയി. കാരണം ഇവര് തുടക്കം മുതലേ ചെയ്ത് വരിക, ഞങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ നമ്മുടെ അടുത്ത് തെറ്റിപ്പോകുന്നതുകൊണ്ട് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പം ആ ഒരു എക്സൈറ്റ്മെന്റ്. പക്ഷെങ്കിൽ എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. തോമസ് മാത്യു ആണെങ്കിലും ഗാർഗി ആണെങ്കിലും വളരെയധികം മോട്ടിവേറ്റ്. ഞാൻ ഫസ്റ്റ് ടൈം അല്ല സ്ക്രീൻ ചെയ്യുന്നത്. അപ്പം കുഴപ്പമില്ല, തെറ്റുമ്പോൾ നീ സെറ്റാക്ക്, റെഡിയാക്ക് എന്നുള്ളൊരു രീതിയിൽ. പക്ഷെ എനിക്ക് ആ ഒരു സമയത്ത് എന്താന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ഇല്ലാത്തതും, അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ചുകൂടെ ഇതിനെക്കുറിച്ചുള്ള നോളജ് കുറവായതുകൊണ്ടും ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെങ്കിൽ അത് ഈ സീനിയർ ആർട്ടിസ്റ്റുകളൊക്കെ കൂടെ നിന്ന് ഭയങ്കര സപ്പോർട്ടായിട്ട് ചെയ്തതിനെ കൊണ്ട് വളരെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പ്രസ്ഡ് ആയത് ഈ സെറ്റിൻ്റെ ആർട്ട് വർക്കിൻ്റെ കാര്യത്തിലാണ്. കാരണം ഞാൻ രാവിലെ അവിടെ എത്തുമ്പോൾ ഒരു അമ്പലത്തിൻ്റെ സെറ്റാണ്. അവിടെ ശാന്തമായൊരു സ്ഥലം, ആൾക്കാരൊന്നുമില്ല. നമ്മൾ അവിടെ കാരവാനിൽ പോയി നമ്മളെ കോസ്റ്റ്യൂം ചെയ്ത് വരുമ്പോൾ അതൊരു ഉത്സവ പറമ്പാക്കി മാറ്റിയേക്കുക. അത്രത്തോളം ആൾക്കാരുടെ എഫേർട്ടാണ്. നമ്മൾ സീനെ കാണുമ്പോൾ നമുക്കത് ഒരിക്കലും ഫീൽ ചെയ്യില്ല. നമ്മൾ വിചാരിക്കും ചിലപ്പോൾ ഉത്സവം, നമുക്കത് കണക്ട് ആകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിക്കലും ഉത്സവത്തിൻ്റെ സമയത്ത് എടുത്താന്ന് വിചാരിക്കും. അല്ലെങ്കിൽ അത് വളരെ ക്യാമറയിൽ കാണുമ്പോൾ മിനിമലൈസ് ചെയ്തിട്ട് നമ്മളത് കാണുള്ളൂ. പക്ഷെ അവിടെ ഇട്ടുന്ന എഫേർട്ട് എന്ന് പറയുന്നത് വളരെ അധികം വലുതാണ്. ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ എന്താണ് നമുക്ക് സിനിമ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നാരായണയുടെ 3 ആൺമക്കൾ. അതെ, ഇപ്പൊ സിനിമയിൽ തന്നെ ഒരു കോംബോ ജോഡിയായിട്ട് ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടീനെ കുറിച്ച് പറയാമോ? ശ്രീലക്ഷ്മി ചേച്ചി. ഞങ്ങൾ തമ്മിൽ വളരെ മുന്നേ ഉള്ള പരിചയമാണ്. 9ാം ക്ലാസ്സിൽ നിന്നാണ് ഞാൻ ഫസ്റ്റ് ശ്രീലക്ഷ്മി ചേച്ചിനെ കാണുന്നത്. തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ട്. പുള്ളിക്കാരത്തി എൻ്റെ സീനിയർ ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഇതേപോലെ തന്നെ ഇതിന്റെ മുന്നേ ഞങ്ങൾ ഒരു നാടകം ചെയ്തിട്ടുണ്ട്. എന്റെ കോംബോ തന്നെ ആയിരുന്നു. അത് എലിപ്പെട്ടി എന്ന് പറഞ്ഞ ശിവദാസ് സാറിന്റെ തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാടകമാണ്. അപ്പോൾ സ്റ്റേറ്റ് കലോത്സവത്തിൽ പോയതാണ്. തൃശ്ശൂർ മ്യൂസിക്കൽ തിയേറ്ററിൽ നിന്നായിരുന്നു നാടകം. അപ്പം ആ ഒരു നാടകത്തിൽ ഞങ്ങളായിരുന്നു ഒരു കോംബോ ക്യാരക്ടേഴ്സ്.
അതൊരു ഫാന്റസി നാടകം. ഞാൻ അതിലൊരു പാമ്പായിട്ടാണ് അഭിനയിച്ചത്. പുള്ളിക്കാരത്തി ഒരു കോഴിയുടെ ക്യാരക്ടറായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ ഒരു കണക്ഷൻസ് ഉണ്ട്. അത് ഞങ്ങൾ രണ്ടുപേരും ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ തമ്മിൽ വളരെയധികം കണക്ഷനാണ്. അപ്പം അത് പറഞ്ഞതുപോലെ തന്നെ ശിവദാസ് സാറ് വഴിയാണ് നമ്മൾ അബൂഖാനെ പരിചയപ്പെടുന്നത്. അബു വളഞ്ഞങ്ങാനം കാസ്റ്റിംഗ് ഡയറക്ടർ, പുള്ളി മുഖേനയാണ് ഈ സിനിമയിലോട്ട് എത്തുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് എത്തുന്നത്. ശ്രീലക്ഷ്മി ചേച്ചി അത് കഴിഞ്ഞിട്ട് ഒരുപാട് പടം ചെയ്തിട്ടുണ്ട്. നമ്മളെ റൈഫിൾ ക്ലബിലുണ്ടായിരുന്നു, ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ റീസെന്റ് ആയിട്ടുള്ള പടത്തിലുണ്ട്. അങ്ങനെ പുള്ളിക്കാരത്തി എന്താ പറയുക എന്നെക്കാളും സീനിയറാണ്. പക്ഷെങ്കിൽ ഞങ്ങൾ നമ്മളെ കണക്ഷൻസിന് എന്താ പറയുക ആ ഒരു സീനിയോറിറ്റി ഇല്ല. ഞങ്ങൾ അത്രയും കണക്ട് ആയിട്ടുള്ള രണ്ടുപേരാണ്. അതെ, ഓക്കെ. അപ്പൊ ആ ഒരു സീനിൽ നിഖിലിനെ പരിചയപ്പെടുത്തുന്ന ഒരു സീനുണ്ട്. അപ്പൊ അത് വളരെ രസകരമായിട്ട് തോന്നിയതാണ്. ഞാനിവിടെ എല്ലാവരും കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങള് ഭയങ്കരമായിട്ട് ചിരിച്ച ഒരു സംഭവം തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു ഡയലോഗ് നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനോ പറയാനോ ആക്ച്വലി എന്താന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ആ സീൻ കാണുമ്പോൾ വളരെയധികം ചിരിയോ രസവും തോന്നുന്നില്ല. കാരണം ഇത് ചെയ്തത് എന്താ പറയാ 2 വർഷം മുന്നെയാണ്. ഇപ്പോൾ ഉള്ള ഞാൻ അപ്പോൾ എൻ്റെ പേഴ്സണാലിറ്റിയെ മാറിയിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ അഭിനയത്തിനോടുള്ള കാഴ്ചപ്പാടും സിനിമയോടുള്ള കാഴ്ചപ്പാടും ഒക്കെ മാറിയിട്ടുണ്ട്. ഞാൻ ചെയ്ത കോഴ്സ് BM മൾട്ടിമീഡിയ എന്ന് പറഞ്ഞ കോഴ്സാണ്. അപ്പോൾ അതിൽ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ അതപ്പം ചെയ്ത് വെച്ച് കാണുമ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഷോട്ട് ചെയ്ത് തീർത്താൽ മതി എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ അത് അന്ന് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം ഞാൻ കാണുമ്പോൾ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്നെനിക്ക് തോന്നുന്നുണ്ട്. വളരെ പിന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു എന്താണ് കുറച്ച് സ്വയംഭംഗിയായിട്ടുള്ള ഒരു DJ ആണ്. ഡയറക്ടർക്ക് വളരെ നല്ല കാഴ്ചപ്പാടുണ്ട് ഈ സിനിമ എന്താണെന്നും സിനിമയിലെ ക്യാരക്ടേഴ്സ് എന്താണെന്നും. കാരണം ഒരു ക്യാരക്ടേഴ്സിനെ പുള്ളി വിട്ടു തരില്ല നമുക്ക് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെയാണ് പുള്ളി ഈ ക്യാരക്ടേഴ്സിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ ഡയലോഗിനെക്കാട്ടും കൂടുതൽ എന്നെപ്പറ്റി ശ്രീലക്ഷ്മി ചേച്ചി പറഞ്ഞ ഡയലോഗാണ് സിനിമയിൽ കൂടുതലുള്ളത്. അപ്പൊ അത് വെച്ചിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ കാണുന്നത്. അത് വെച്ചിട്ടാണ് കൊയിലാണ്ടിയുടെ DJ എന്ന് പറഞ്ഞ് റെക്കഗ്നൈസ് ചെയ്യുന്നത് ആ ഒരു ഡയലോഗിലൂടെയൊക്കെയാണ്. കുഴപ്പമില്ലായിരുന്നു. ഞാൻ നമുക്ക് ആ സിറ്റുവേഷനിലാണ് സ്ക്രിപ്റ്റ് കിട്ടിയത്. അപ്പൊ തന്നെ പഠിച്ച് ഞാൻ പറഞ്ഞില്ലേ ഇവരൊക്കെ സഹായത്തോടു കൂടി അപ്പൊ അങ്ങ് ചെയ്തു. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വലുതായിട്ടൊന്നും എനിക്കതില് ഹ്യൂമർ ക്യാരക്ടറിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് അതിന് മുന്നേ എന്തെങ്കിലും പ്രിപ്പറേഷൻസോ കാര്യങ്ങളോ ഉണ്ടായോ? ഞാൻ 2 പ്രാവശ്യം നമ്മൾ ഓഡിഷന് പോയിട്ടുണ്ട്. അപ്പം ആദ്യത്തെ പ്രാവശ്യം ഓഡിഷന് പോയപ്പം എന്താ പറയാ അപ്പൊ തന്നെ നമുക്ക് എന്താന്ന് മനസ്സിലായിട്ടില്ല ക്യാരക്ടർ. പക്ഷെ എങ്കിൽ ഒരു DJ ആന്നുള്ള കാര്യം മാത്രമേ അറിയത്തുള്ളായിരുന്നു. 2ാമത്തെ പ്രാവശ്യം എത്തുമ്പോഴത്തേക്ക് ഡയറക്ടിങ് ടീമിലുള്ള ആൾക്കാരും പിന്നെ നമ്മുടെ കാസ്റ്റിംഗ് ഡയറക്ടറൊക്കെ എന്താണ് നമ്മളെ ക്യാരക്ടർ എന്നുള്ള രീതിയിൽ പറഞ്ഞു തന്നു. ഡയലോഗ്സ് ഒക്കെ സ്പോട്ടിലാണ് കിട്ടിയത്. പക്ഷെങ്കിൽ നമുക്ക് ക്യാരക്ടർ എന്താണ് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഐഡിയ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ചെയ്തത്. അതങ്ങ് സംഭവിച്ചു പോയി. സിനിമയിലോട്ട് വന്നു ചേർന്നതാണ്. ഇപ്പൊ പറയുകയാണെങ്കിൽ നാരായണീന്റെ 3 ആൺമക്കൾ എന്ന് പറയുന്ന സിനിമ കുറച്ചധികം വിവാദമായിട്ടുണ്ടായിരുന്ന ഒരു മൂവിയായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമയിൽ അഭിനയിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എന്താണ് ജിത്തിന് പറയാനുള്ളത്? ഞാൻ കാണുന്നത് വെച്ചാൽ ഒരു 20% ആണ് ഈ നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞത് എനിക്ക് കിട്ടിയത്. ബാക്കി 80% നല്ല വ്യൂസ്, വളരെ നല്ല അഭിപ്രായങ്ങളാണ് പലരും പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മളെ സന്തോഷിപ്പിക്കുന്നത് അല്ല എപ്പോഴും പോസിറ്റീവ് എന്ന സിനിമകൾ മാത്രം ഉണ്ടാവണം. നമ്മൾ ഒരിക്കലും വാശി പിടിക്കരുത്. നമ്മൾ ഇറിറ്റേറ്റ് ആക്കുന്ന അല്ലെങ്കിൽ നമ്മളെ അരോചകമാക്കുന്ന നെഗറ്റീവ് സൈഡ് മൂവീസും ഉണ്ട്. അതിൻ്റെ ഒന്നാമത്തെ പ്രശ്നം സിനിമ എന്താണെന്ന് മനസ്സിലാക്കി കാണാത്തതിൻ്റെ കുഴപ്പമാണ്. ഇതൊരു ആർട്ട് ഫോമാണ്. അതിൽ ഡയറക്ടറിൻ്റെ ക്രിയേറ്ററിൻ്റെതായ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് എന്ന് മനസ്സിലാക്കി ഒരു മൂവിയായിട്ട് കണ്ടു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെ എനിക്ക് അതൊരു നെഗറ്റീവ് സൈഡായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം അങ്ങനെയാണ് ഈ പല സിനിമയിലും പല നെഗറ്റീവ് സൈഡുകളുണ്ട്. പല സിനിമകൾ ഉണ്ടാക്കാനേ പാടില്ല. എപ്പോഴും ഇതാണ് നല്ല മൂവി, ഇങ്ങനെ എടുക്കുന്നതാണ് നല്ല മൂവി നമുക്കൊരിക്കലും സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന മൂവീസ് ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്നാലാണ് പ്രേക്ഷകറിന് എന്താ പറയുക പല പെർസ്പെക്റ്റീവ് എന്നുള്ള കാര്യങ്ങളിൽ മനസ്സിലാക്കാൻ അറിയാനും പറ്റുള്ളൂ. ഈ പടം വളരെയധികം റിലേറ്റബിൾ ആണ് പല കാര്യങ്ങളിൽ നിന്നും. ചിലപ്പോൾ നമ്മളുടെ എന്താ പറയുക അടുത്ത വീട്ടിലോ അല്ലെ നമ്മളുടെ വീട്ടിലോ അല്ലെ നമുക്ക് അറിയാവുന്ന ആരെങ്കിലും ഒക്കെ വീട്ടിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും. പിന്നെ എന്താ പറയുക ആ പടത്തിൽ എനിക്ക് തോന്നിയത് നമുക്ക് ആ പടം കാണുമ്പോൾ തന്നെ അറിയാം അത് കൊച്ചിലെ മുതലേ ആങ്ങളെയും പെങ്ങളായിട്ട് നടന്ന 2 പേരല്ല. അവർക്ക് അങ്ങനത്തെ ഒരു കണക്ഷനേ ഇല്ല. അവർക്ക് കിട്ടിയൊരു കണക്ഷൻ ഇതാണ്. അതിനെ അങ്ങനെ കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതിൽ കൂടുതൽ ഈ ആൾക്കാർ ചർച്ച ചെയ്യുന്ന അത്ര പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് അറിയില്ല. മാർക്ക് കൊണ്ടിട്ടാണ് കുറെ ആൾക്കാർ വയലൻസ് ചെയ്യുന്നെന്ന് പറയുന്ന നാടാണ് നമ്മളുടേത്. ഞാൻ ആരെയും അങ്ങനെ കുറ്റം പറയൊന്നുമല്ല. എനിക്ക് കൊച്ചിയിലുണ്ടായിരുന്ന ട്രോമ എന്ന് പറയുന്നത് പ്രേതത്തിന്റെ സിനിമകൾ കാണുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. അപ്പൊ എൻ്റെ അമ്മ പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്,
നീ ഈ സിനിമ കാണുമ്പം അവിടെ ഒരു ക്യാമറമാൻ ഉണ്ടെന്നും ഡയറക്ടർ ഉണ്ടെന്നും ഒരു ക്രൂ ആണ് ഇത് എടുക്കുന്നതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതേപോലെ തന്നെ ഇതൊരു ആർട്ടാണ്, ഒരാളെ എഴുതിയ കഥയാണ്, അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. അതങ്ങനെ അവതരിപ്പിച്ച് നമ്മൾ ആ രീതിയിൽ ആസ്വദിച്ചാൽ മാത്രം മതി. അതിനവിടെ വിട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ സിനിമയിൽ അമ്മയെ കൊല്ലാനായിട്ട് നോക്കുന്ന കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അത് അത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ടില്ല എന്ന് തന്നെയാണ് പറയാനായിട്ടുള്ളത് അല്ലേ? അത് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം അങ്ങനെ ചിന്തിക്കുമ്പോൾ അവർ വിചാരിക്കും ഒരു മക്കളും അങ്ങനെ അമ്മയെ കൊല്ലാൻ നോക്കില്ല. കാരണം അത് അങ്ങനെയാണ്, നമ്മളുടെ ജനറേഷന്റെ ഗ്യാപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്. പക്ഷെങ്കിൽ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും പറഞ്ഞ പോലെ സ്വന്തം മോൻ അമ്മയെ കൊല്ലാൻ നോക്കുന്ന കണ്ടന്റ് ഇതിലുണ്ടെന്നൊക്കെ പറയാം. ബട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇത് തന്നെയാണ് നമ്മളെപ്പോഴും സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും നല്ല മെസ്സേജ് മാത്രം തരുന്ന സിനിമ വേണമെന്ന് നമ്മൾ വാശി പിടിച്ചിട്ടോ പറഞ്ഞിട്ടോ കാര്യമില്ല. അതാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. പടം എന്തുകൊണ്ടും വളരെ കണക്റ്റീവാണ്, വളരെ നല്ലൊരു പടമാണ്. തിരക്കഥ വൈസും സ്ക്രിപ്റ്റ് വൈസും വളരെ മനോഹരമായിട്ടുള്ള ഡയലോഗ് ഡെലിവറീസ് ആണ്. അപ്പം ആ പടത്തിന് അങ്ങനെ കാണാൻ ശ്രമിക്കുക. ഇപ്പൊ ഇന്നത്തെ കാലത്തിൽ ഇല്ലാത്ത കുറച്ച് കണ്ടന്റുകൾ ആ പടത്തിലുണ്ട്, അതിനെ കാണാൻ ശ്രമിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അതെ, ഇപ്പൊ ജിതിൻ നാടകങ്ങളിലൂടെയാണ് സിനിമയിലേക്ക് കയറി പറ്റിയെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യമായിട്ട് ഈ നാടകത്തിലേക്ക് കേറണം അല്ലെങ്കിൽ അഭിനയമാണ് എൻ്റെ ജീവിതം എന്ന് മനസ്സിലായി തുടങ്ങിയത് എന്നോട്ടായിരിക്കും? അത് കൊച്ചിലെയാണ്, 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ഒരു കസിനെ തന്നെ എൻ്റെ അമ്മയും അമ്മയുടെ ഫാമിലിയും കുറച്ച് പേര് ഈ കലാപരമായിട്ട് പോകുന്നവർ തന്നെയാണ്. നാടകം തന്നെ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ആ സമയത്ത് എൻ്റെ കസിനെ മോണാക്ട് പഠിപ്പിച്ചുകൊണ്ട്, മോണാക്ടിലൂടെയാണ് അഭിനയ രംഗത്തേക്കുള്ള തുടക്കം. അപ്പം മോണാക്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിത് ഡെയിലി കാണാൻ പോകും. ഞാനിത് ഡെയിലി കാണാൻ പോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് അപ്പോഴേ ഉള്ളത് പഠിക്കേണ്ട കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കാറില്ല. ഞാൻ വീട്ടുകാരെ കാണിക്കാൻ വേണ്ടി ദിവസവും വൈകുന്നേരം വിളക്ക് വെച്ച് രാത്രി വരെ ഇരുന്ന് പുസ്തകം മറിച്ചിടുന്നല്ലാണ്ട് ഞാൻ പഠിത്തത്തിൽ ശ്രദ്ധ കൊടുത്തിട്ടേ ഇല്ല ഇന്നേ വരെ. അപ്പൊ എനിക്ക് ക്യാച്ച് ചെയ്യാൻ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരുന്നു. കാരണം നാടകത്തിന്റെ ഡയലോഗ് 1-2 പ്രാവശ്യം കാണുമ്പോൾ ഞാൻ ക്യാച്ച് ചെയ്യും, സിനിമയിലെ ഡയലോഗ് ക്യാച്ച് ചെയ്യും. അപ്പൊ അമ്മ പറയും നിനക്ക് ഇതിന്റെ ശ്രദ്ധ പഠിത്തത്തിൽ കാണിച്ചാൽ നീ എവിടെയൊക്കെ എത്തുമെന്ന് പറയും. അപ്പൊ ഇതേപോലെ തന്നെ ഇവനെ മോണാക്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ മറന്നു വന്ന പല ഡയലോഗും ഞാൻ ഈ സൈഡിൽ നിന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പൊ തന്നെ എൻ്റെ മാമൻ പുള്ളിക്കാരൻ ഇത് മനസ്സിലാക്കി അന്നേരം എന്നോട് പറഞ്ഞ് നീ ചെയ്തു നോക്കെന്ന് പറയുന്നു. അങ്ങനെയാണ് ഞാൻ മോണാക്ട് ആദ്യമായിട്ട് 5ാം ക്ലാസ്സിൽ നിന്ന് ചെയ്യുന്നു. സത്യമുദ്ര എന്ന് പറയുന്ന ഞാൻ UP സ്കൂൾ പഠിക്കുമ്പോൾ ഇരിങ്ങത്ത് UP സ്കൂളിലെ സാറാണ് ആദ്യമായിട്ട് ഇത് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഉള്ളിലൊരു കലാകാരനുണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു ഇതുണ്ട് എന്നുള്ളത് കാര്യം, കലാകാരൻ ഒന്നും പറയാനല്ല, നമ്മൾ എവിടെ എത്തിയിട്ടില്ല. അപ്പോൾ എന്തോ ഒരു സ്പാർക്ക് ഉള്ളിലുണ്ടെന്ന് പുള്ളിക്കാരനാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ എന്നെ ഒരു നല്ലൊരു മോണാക്ടിന്റെ സ്ക്രിപ്റ്റ് പഠിപ്പിക്കുകയും അത് ചെയ്യിപ്പിക്കുകയും ചെയ്യാണ്. അത് ഞാൻ ചെയ്യുന്ന കണ്ടിട്ടാണ് അമ്മയാണ് എല്ലാ കാര്യത്തിനും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ അച്ഛനുണ്ട്, പക്ഷെ അച്ഛനെ എന്താ പറയുക, നമ്മൾ ചെറുപ്പത്തിൽ അത്ര കണക്റ്റീവ് ആവുന്നില്ല. കാര്യങ്ങളെല്ലാം ഉണ്ട്, പുള്ളിക്കാരൻ എല്ലാ കാര്യത്തിനും ബാക്കിൽ സപ്പോർട്ട് ഉണ്ടെങ്കിലും കണക്ട് ചെയ്യുന്നത് അമ്മയായിട്ടാണ്. അപ്പൊ അമ്മയാണ് ഇത് ചെയ്യണം എന്ന് പറയുന്നത്. ഇപ്പോ 2019 തോന്നുന്നു കലോത്സവത്തിന് പോയിട്ട് എലിപ്പെട്ടി എന്ന് പറയുന്ന നാടകം ചെയ്തത്. അപ്പൊ അതില് കുറച്ച് ചർച്ചാ പ്രാധാന്യം അർഹിക്കുന്ന രാഷ്ട്രീയമായിട്ടും എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയുന്ന ഒരു നാടകം തന്നെയായിരുന്നു. പിന്നെ അതിന്റെ തിരക്കഥ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം സ്ട്രോങ് ആണ്. കാരണം അതില് മീൻസ് ഒറ്റ കോണ്ടന്റ് അല്ല പറയുന്നത്. അതിന്റെ ഒരു മെയിൻ കോണ്ടന്റ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, നമ്മളെ പബ്ലിക് സ്കൂൾ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂൾ അല്ലെങ്കിൽ ഗേൾസ് സ്കൂൾ ബോയ്സ് സ്കൂൾ, നമ്മളെ വിദ്യാഭ്യാസ കൊച്ചിലേ മുതലേ കുതിക്കപ്പെടുകയാണ് കുട്ടികളുടെ ഇടയിൽ തന്നെ. ബോയ്സിന് ഒരു സ്കൂള്, ഗേൾസിന് ഒരു സ്കൂള്, പ്രൈവറ്റ് സ്കൂള്, പബ്ലിക് സ്കൂൾ, ഗവൺമെന്റ് സ്കൂൾ, അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കൊച്ചിലേ മുതലേ ഇത് കുട്ടികളുടെ മനസ്സിലേക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ്. വേർതിരിവിന്റെ ഒരു ഇതാണ് അത് പറയുന്നുണ്ട്. പിന്നെ ആ സമയത്ത് നിന്നിരുന്ന GST മറ്റേ കാര്യങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു തൊടിയിൽ ജീവിക്കുന്ന പൊളിറ്റിക്സും ഉണ്ട് അതിൽ വളരെയധികം. എന്ന് വെച്ചാൽ ഒരു തൊടിയിൽ ജീവിക്കുന്ന കുറച്ച് മൃഗങ്ങളെ കഥയാണ്. അപ്പൊ അവിടെ ഒരു നിയമ പാഠാവലി ഉണ്ട്. ആ പാഠാവലിയിൽ അത് എഴുതിയത് മുള്ളൻ പന്നി എന്ന് പറഞ്ഞ ആൾക്കാരാണ്. പുള്ളി പറയുന്നൊരു കാര്യം എന്താണ്, ചില സ്ഥലത്ത് ചില നിയമങ്ങൾ മാറും ചിലർക്ക് വേണ്ടി. അതൊക്കെ വളരെയധികം പൊളിറ്റിക്കലായിട്ട് പറയുന്ന, ഭയങ്കര പൊളിറ്റിക്സ് പറയുന്ന ഒരു നാടകമാണ്. നല്ല മികച്ചൊരു സ്ക്രിപ്റ്റാണ് അതിൻ്റെത്. പിന്നെ എന്താ പറയുക, അതിൻ്റെ ഭാഗമാകാൻ പറ്റിയെന്നൊക്കെ പറയുന്നത് വളരെയധികം എനിക്കൊരു ഭാഗ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം അതിൻ്റെ അകത്താണ് നമുക്ക് ഇപ്പോൾ നാരായണിയുടെ 3 ആൺമക്കളിലേക്ക് എത്തുന്നത് തന്നെ അതിലൂടെയാണ്. എല്ലാത്തിൻ്റെയും തുടക്കം ആക്ച്വലി എലിപ്പെട്ടിയാണ്. ആൾക്കാർ 4 ആൾ അറിഞ്ഞു തുടങ്ങുന്നത്
എലിപ്പെട്ടിയിൽ കൂടെയാണ്. ഇപ്പോൾ ആ ഒരു സമയത്ത് തന്നെയാണെങ്കിൽ ആ നാടകം കുറച്ചധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയായിരുന്നു. അപ്പോൾ അന്നുണ്ടായ ആ നാടകം കളിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഉണ്ടായ ഓഡിയൻസിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുമല്ലോ, അതെപ്പോ ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്? ഓ പിന്നെ അത് ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം അത് സബ് ജില്ലയിലാണ്. എനിക്ക് ജില്ലയും സ്റ്റേറ്റും ഒക്കെ നമുക്ക് മാറ്റി നിർത്താമെങ്കിലും സബ് ജില്ലയിലാണ്. സബ് ജില്ലയിൽ കളിച്ചിട്ട് നാടകം കളിച്ച് എന്ന് വെച്ചാൽ ഞാൻ സബ് ജില്ലയിൽ നാടകം അഭിനയിച്ചല്ല, സത്യം പറഞ്ഞ നാടകം കളിച്ചതാ. നമ്മളങ്ങ് മതിമറന്നങ്ങ് കളിച്ചതാ. ഞാനപ്പോ ഡയലോഗ് പറയാന്ന് പറഞ്ഞ ഡയലോഗ് എനിക്ക് തോന്നുന്ന ഡയലോഗ് പറയണ പോലെയാണ് അതില് ഡയലോഗ് എഴുതി വെച്ചേക്കണത്. നമ്മളെ മനസ്സിൽ നിന്ന് പറയണ പോലെ അത്രയും എന്താ പറയാ ക്യാരക്ടറായിട്ട് കണക്റ്റീവ് ആയിട്ടുള്ള ഡയലോഗ്സ് ഒക്കെയാണ്. അപ്പൊ ഇത് അഭിനയിച്ച് ഞാൻ നാടകം കഴിഞ്ഞ് ഞാൻ ബാക്ക് സ്റ്റേജിലോട്ട് പോയി നോക്കുമ്പോൾ ബാക്ക് സ്റ്റേജ് നിറച്ച ആൾക്കാരാണ് നമ്മളിങ്ങനെ സ്വീകരിക്കാൻ വേണ്ടി. അപ്പോഴാണ് ഒരു കലാകാരന്റെ വില എന്താണ്, നമുക്ക് കിട്ടണ എന്താ പറയാ ജനങ്ങൾ നമ്മളെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്, നമുക്ക് കിട്ടുന്ന അംഗീകാരം എത്രത്തോളം ഉണ്ട് എന്ന്. കാരണം ഇത് നമുക്ക് എത്ര കാശ് കൊടുത്താലോ എന്ത് ചെയ്താലും കിട്ടാത്തൊരു സാധനമാണ്. കാരണം അത്രയും എന്നെ പരിചയമുള്ളവരും എൻ്റെ ഫാമിലിയൊക്കെ ദൂരെ, ഞാൻ അവർ കുറച്ച് മാറി നിൽക്കുന്നത്, അവര് തന്നെ ഇത് കണ്ട് എൻജോയ് ചെയ്തിരിക്കുക. അവർക്ക് എൻ്റെ അടുത്തോട്ട് വരാനാവുന്നില്ല. അത്രയും ആൾക്കാരുണ്ട്. നമ്മൾ നാടകം കഴിഞ്ഞ് വരുമ്പോൾ കുറേ ആൾക്കാരെ സ്വീകരിക്കാൻ സാറന്മാര്. കാരണം നമ്മൾ അത്രയും ഞാൻ പറഞ്ഞില്ലേ കളിച്ച് പെർഫോം ചെയ്തതാ. അപ്പൊ അത്രയും പെർഫോം ചെയ്തുകൊണ്ട് തന്നെ ഇത്രയും പേര് അംഗീകരിക്കാൻ വരുമ്പോഴാണ് ആദ്യത്തെ തിരിച്ചറിവ് ഉണ്ടാകുന്നത്. അതൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു സ്റ്റേറ്റിൽ നമ്മൾ 2ാമത്തെ ക്ലസ്റ്റർ ആയിരുന്നു. നാടകം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയ ഒരു 10-11 മണിക്കാ. പക്ഷെ ഒരു 4-5 മണി വരെ നമ്മളെ ന്യൂസുകാരൊന്നും വിട്ടിട്ടില്ല. ആ സമയത്തൊക്കെയാണ് എന്താ പറയാ ഇത്രയും തരാൻ പറ്റും എന്ന് ഞാൻ മനസ്സിലാക്കണത്. കാരണം എനിക്കപ്പോ അത്ര നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമല്ലേ. ഇത് ഒരു ന്യൂസിന്റെ ചാനൽ വരുന്നു, മാതൃഭൂമിക്കാർ വരുന്നു, മനോരമക്കാർ വരുന്നു, മീഡിയ വണ്ണുകാർ വരുന്നു, എല്ലാവരും നമ്മളെ ഇന്റർവ്യൂസ് എടുക്കുന്നു, നമ്മളെ ഷോർട്സ് എടുക്കുന്നു. അപ്പൊ അതൊക്കെ എന്താ പറയാ ആരും നമ്മളെ നേരെ ഇതുവരെ ക്യാമറ പിടിച്ച് വന്നിട്ടില്ലാത്തൊരു സമയം. പിന്നെ വളരെ കാരണം അത്രയും പേര് അവിടെ നാടകം കളിക്കുന്നുണ്ട്, അത്രയും ആൾക്കാർ നാടകം കളിക്കുന്നുണ്ട്. എല്ലാവരും ന്യൂസിലും വരുന്നുണ്ട്, ഇതിലും വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ ഫസ്റ്റ് ടൈമിൽ വന്നു നാടകം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇതിനാ ഫസ്റ്റ് എന്ന് ഉറപ്പിച്ചു. കാരണം നമ്മളെ ആർട്ടിസ്റ്റിന് കിട്ടുന്ന ഏറ്റവും വലിയ ഇതത് ആൾക്കാരുടെ നമുക്ക് ട്രോഫി, നമുക്ക് ഫസ്റ്റ് ആണ്, എനിക്ക് ഓർമ്മയില്ല, നമുക്ക് ഫസ്റ്റ് സെക്കൻഡുള്ള ട്രോഫിനേക്കാളും അപ്പുറത്താണ് ആൾക്കാരുടെ ഈ അഭിനന്ദനങ്ങളും കാര്യങ്ങളും. കാരണം അതങ്ങനെ അവർ വന്ന് തന്നപ്പോൾ അതിന്നാണ് എനിക്ക് എന്തോ മനസ്സിലായത്, എന്താ പറയുക ഇതിൽ പോവാം, ഇതിൽ ഫ്യൂച്ചർ ഉണ്ട്, അല്ലെ എനിക്ക് ഇത് പറ്റിയ പണിയാണെന്നൊക്കെ എനിക്കൊരു തിരിച്ചറിവുണ്ടാകുന്ന ആ സമയങ്ങളിലാണ്. ഓക്കെ, ഇപ്പോൾ ഈ എലിപ്പെട്ടി എന്ന് പറയുന്ന നാടകത്തില് പാമ്പിന്റെ ഒരു ക്യാരക്ടറായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് പാമ്പുണ്ട്, കോഴിയുണ്ട്, മുള്ളംപന്നിയുണ്ട്, എലിയുണ്ട്, ശകുന്തള എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട്. അപ്പോൾ അവര് ഓരോരുത്തരും പറഞ്ഞു വെക്കുന്നത് ഓരോ കാര്യത്തിൽ പ്രാധാന്യമുള്ള കാര്യത്തിൽ തന്നെയാണ്. അപ്പം കൂടെ ഉണ്ടായിരുന്നവരെ കുറിച്ചൊന്ന് പറയാമോ? കൂടെ ഉണ്ടായിരുന്നവർ എനിക്ക് തോന്നുന്നു എല്ലാവരും എന്നേക്കാളും വളരെയധികം ബെറ്റർ ആയ ആക്ടേഴ്സാണ്. ഞാനങ്ങനെ അവരെ പൊക്കി പറയുന്നൊന്നുമല്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ആ സമയത്ത് പോയ സമയത്ത് തന്നെ ഞാൻ വളരെ മെക്കാനിക്കലായിരുന്നു. ഇവരൊക്കെ വളരെയധികം നല്ല രീതിയിൽ ആക്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പം എന്താ പറയുക, സായുജ് എന്ന് പറഞ്ഞുള്ള എൻ്റെ കൂടെ തന്നെ പഠിക്കുന്ന എൻ്റെ പ്രായമുള്ള ഒരാളാണ് അതിലാണ് എലിയായിട്ട് ചെയ്തത്. കൂടെ ചെയ്ത് ഫീമെയിൽ എലിന് ചെയ്തത് സർഗാസ്മി എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തി എൻ്റെ ജൂനിയറാണ്. പിന്നെ ഗംഗ എന്ന് പറഞ്ഞ കുട്ടിയാണ് ശകുന്തളയായിട്ട് ചെയ്തത്. എൻ്റെ കൂടെ തന്നെ പഠിക്കുന്ന ആകാശ് എന്ന് പറഞ്ഞ പയ്യനാണ് മുള്ളംപന്നീനെ അവതരിപ്പിച്ചത്. ശ്രീലക്ഷ്മി ചേച്ചിയാണ് കോയിനെ അവതരിപ്പിച്ചത്. അപ്പം ഇത്ര 7 പേര്. പിന്നെ ശകുന്തളയുടെ മോനായിട്ട് വരുന്നൊരു പയ്യനുണ്ട് ഗണേഷ് എന്ന് പറഞ്ഞിട്ടുള്ളത്, അതും എൻ്റെ ഒരു ഫ്രണ്ടാണ് ചെയ്തത്. അപ്പം എന്താ പറയുക, ഇത്ര പേരാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. ഇതിൻ്റെ പിന്നണിയിൽ 3 പേരുണ്ട്. ആകാശ് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, അർജുൻ എന്ന് പറഞ്ഞിട്ടുള്ളത്, പിന്നെ രാഹുൽ. ഇവർ 2 പേരാണ് സ്റ്റേജും കർട്ടനും പരിപാടി. കൈലാസ് എന്ന് പറഞ്ഞൊരു പയ്യനാണ് മ്യൂസിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാടകത്തിൽ. കാരണം നമുക്ക് ആ സഡൻ ടൈമിൽ മ്യൂസിക് പ്ലേ ചെയ്യണം, അതിനും ഒരു സ്കില്ല് വേണം. ഇവരാരും കർട്ടൻ വലിക്കാൻ അല്ലെ പിന്നണിയിൽ നിൽക്കേണ്ട മ്യൂസിക് ചെയ്യേണ്ട ആൾക്കാരല്ല. ഇവരൊക്കെ ആക്ടേഴ്സ് തന്നെയാണ്. നമുക്കാർക്കെങ്കിലും എന്തെങ്കിലും ഇൻ കേസ് ഒരു പ്രശ്നം വന്നാൽ ആ റോള് ചെയ്യേണ്ട ആൾക്കാരാണ് ഇവർ, ബാക്കപ്പ് പോലെയാണ്. പിന്നെ 10 പേർക്ക് അഭിനയിക്കാൻ പറ്റാത്തത് കൊണ്ടും നമുക്ക് ഇങ്ങനെ 3 പേരെ വേണ്ടതുകൊണ്ടും ആ റോള് ശിവദാസ് മാഷല്ലേ എപ്പോഴും നമ്മൾ നോക്കണത് ആക്ടിങ്ങിനുപരി ആ ക്യാരക്ടർ നമ്മളിൽ ഒതുങ്ങുന്നുണ്ടോ, ആ ക്യാരക്ടറിനെ പറ്റി രൂപമാണോ, നേച്ചർ ആണോ എന്ന് നോക്കും ഫസ്റ്റ് നമ്മളുടെ കാര്യം. രണ്ടാമത്തേതാണ് നമുക്ക് ആക്ടിങ്ങിലേക്ക് പോകുന്നത്. ആക്ടിങ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പൊ തന്നെ നമ്മൾ കാണുന്നതാണ് പല പുതിയ സിനിമകളിൽ പുതിയ മുഖങ്ങളാണ്. ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ വന്ന് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ട് പോകുന്നുണ്ട്. നെസ്ലിൻ വന്ന് ഈ റീസെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്, ഇപ്പം ജനപ്രിയ നടനായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അപ്പം ആക്ടിങ് എന്ന് പറയുന്ന സാധനം നമുക്ക് ആക്ടിങ് അറിയാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും ബെറ്റർ.
ആക്ടിങ്ങിനെ കുറിച്ച് കുറെ അറിഞ്ഞാലാണ് നമുക്ക് എന്തിനെ കുറിച്ച് കുറെ അറിയുമ്പോഴാണ് നമ്മളത് എന്താക്കുക ഓവറാക്കി ചെയ്യാൻ നോക്കുക. അപ്പൊ ഈ റിയാക്ഷൻ എന്നൊക്കെ ബിഹേവിങ് എന്നൊക്കെ പറയുന്ന സാധനം തന്നെയാണ് ഇപ്പോഴത്തെ സിനിമയിൽ വേണ്ടത്. നമ്മളെ ക്യാരക്ടർ എന്താന്ന് മനസ്സിലാക്കി ആ ക്യാരക്ടർ ആവുക. ആക്ടറിനേക്കാളും ബെറ്റർ ആവുന്നത് ക്യാരക്ടേഴ്സ് ആവുന്നതാണ്. ഇപ്പൊ പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ആർക്കും തന്നെ നാടകത്തിനോട് അത്ര താല്പര്യമില്ല. ഡയറക്റ്റ് സിനിമയിൽ എങ്ങനെയും കയറുക എന്നുള്ളൊരു മൈൻഡ് മാത്രമാണ്. പക്ഷെ ജിതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജിതിൻ നാടകത്തിലൂടെയാണ് വന്നത്. ഇപ്പോഴും നെഞ്ചോട് ചേർത്ത് വെക്കുന്നത് നാടകം തന്നെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേരോട് എന്താണ് പറയാനുള്ളത്? അതായത് സിനിമയിൽ ഡയറക്റ്റ് ആയിട്ട് കണ്ട് സിനിമയിലേക്ക് ഡയറക്റ്റ് കയറിയാലാണ് എല്ലാം ആവുള്ളൂ, നാടകം എന്ന് പറഞ്ഞാൽ മറ്റൊരു വേറെ എന്തോ ഒരു ഇതാണ് എന്ന് പറയുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? അത് ഞാൻ നമുക്കിപ്പോൾ എന്ത് പറയുമ്പോഴും അതിന് ഒരു സൈഡിൽ നിന്ന് എന്താ എതിര് വരും. പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ സിനിമ എല്ലാവരും എന്തായിട്ടാണ് കാണുന്നത്, ഒരു ജീവിതമാർഗം അല്ലെ ഒരു മണി മേക്കിംഗ്. ആൾക്ക് സിനിമയിൽ എത്തിയ രക്ഷപ്പെടുക അല്ലെ സിനിമ എന്താണ് ഒരു പ്രൊഫഷനായിട്ടാണ് കാണുന്നത്. പ്രൊഫഷനായിട്ടാണ് സിനിമ എല്ലാവരും കാണുന്നത്, സിനിമയിലോട്ട് പോകുന്നത്. പക്ഷെ നാടകം എന്ന് പറയുന്നത് ഒരു പാഷനാണ്. അതാണ് അതിലെ ഏറ്റവും വലിയൊരു വ്യത്യാസം. കാരണം നാടകത്തിൽ അഭിനയിക്കുന്നത് ചെറിയ പണിയല്ല. കാരണം നമ്മൾ ലൈവായിട്ടാണ് ചെയ്യുന്നത്, ലൈവായിട്ടാണ് നാടകം പെടുന്നത്. സിനിമയിൽ കുറേ ടേക്കും കട്ടുണ്ട്. പക്ഷെ സിനിമ എളുപ്പമാണെന്ന് ഞാൻ ഒരിക്കലും പറയൂല. അതെനിക്ക് ഫസ്റ്റ് സിനിമയിൽ അഭിനയിച്ചപ്പോൾ തന്നെ എക്സ്പീരിയൻസിൽ പറയും സിനിമ ഒരിക്കലും എളുപ്പമല്ല. പക്ഷെ നാടകം കുറച്ചുകൂടെ അതൊരു വേറൊരു സാധനമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പം നല്ല നാടകങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. പണ്ടൊക്കെ ഉത്സവ പറമ്പുകളായാലും എവിടെയായാലും നാടകം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നെ പോലുള്ള കുറെ ആൾക്കാർക്ക് ഞാനും ഉത്സവപ്പറമ്പിൽ അവിടെ പോയിട്ട് നാടകം കാണുമ്പോൾ അല്ലെങ്കിൽ ആൾക്കാർ അത് എൻജോയ് ചെയ്യുന്നത് കാണുമ്പോഴാണ് നമുക്കത് ചെയ്യണം, നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു പാഷൻ ഉണ്ടാവുന്നതും അഭിനയം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുകയും ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ അമ്മേൻ്റെ വീട്ടിലായാലും മാധവമ്മ എന്ന് പറഞ്ഞ എൻ്റെ മാമനും ചേട്ടന്മാരൊക്കെ ഈ നാടകം ചെയ്യുന്ന അവർ ഈ സാധനം ചെയ്യുന്ന കണ്ടിട്ടാണ് എൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടായി വരുന്നത്, അഭിനയിക്കണം എന്നുള്ളത്. അപ്പം നാടകം എന്ന് പറഞ്ഞാൽ ആ പേര് പോലെ തന്നെ നാടിൻ്റെ അകമാണ്. നമ്മളെ നാട്ടിലുള്ള ഇപ്പൊ സിനിമയിൽ പല കോണ്ടന്റും വരും. എന്താ പറയാ, ചിലപ്പം വയലൻസ് മാത്രം കാണിക്കുന്ന പടം ഉണ്ടാകും, കോമഡി ആയിട്ട് വരും. പക്ഷെ നാടകത്തിൽ എപ്പോഴും ഒരു വിഷയം പറയും, അല്ല ഒരു പൊളിറ്റിക്സ് പറയും. എന്തെങ്കിലും നമ്മുടെ നാടിനകത്ത് നടക്കുന്ന ഒരു ഇൻസിഡന്റ് ആയാലും കാര്യങ്ങളായാലും അതെപ്പോഴും ഷെയർ ചെയ്യാൻ പറ്റും. നാടകത്തിലെ ഡയലോഗിലെ കാര്യങ്ങളെന്ന് പറയുന്നത് ചിലപ്പോൾ എന്തായിരിക്കും, നമ്മൾ വാളിനേക്കാൾ മൂർച്ചയുള്ള വാക്കുകളായിരിക്കും യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ഈ മൈക്കെടുത്ത് പറയുന്ന രീതിയിൽ അഭിനയിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ എന്താ പറയുക കഷ്ടപ്പാടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നാടകത്തിൽ നിന്ന് നമ്മൾ ഇനി മിനി സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറെ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഷോർട്ട് ഫിലിം ചെയ്തതിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും ക്യാരക്ടർ ഉണ്ടോ? ഷോർട്ട് ഫിലിംസ് ഒക്കെ ഞാൻ ചെയ്തത് നമ്മളെ കൊറോണ കാലഘട്ടത്തിലും അതിന്റെ മുന്നേ ഒക്കെയാണ്. അത് ഇതൊക്കെ ചെയ്തിട്ട് 4-5 വർഷമായി. അപ്പൊ 4 വർഷമൊക്കെ ഷോർട്ട് ഫിലിം ചെയ്തിട്ട്. അപ്പൊ ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് അത് വേറൊരു തരം എക്സ്പീരിയൻസ് ആണ്. കാരണം അതും എന്താ പറയുക, ഞാൻ ചെയ്ത ഷോർട്ട് ഫിലിംസ് ഒക്കെ കുറെ ആൾക്കാരുടെ ആഗ്രഹങ്ങൾ എന്താ പറയുക ഷോർട്ട് ഫിലിംസ് ആക്കിയതാണ്. അതേപോലെ തന്നെ എനിക്കൊരു എക്സ്പീരിയൻസ് പറയുന്നത് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ്, അത് എന്താ പറയുക ഇപ്പം ആലോചിക്കുമ്പോൾ ആ സമയത്ത് കുറെ ദേഷ്യപ്പെട്ടതായിരുന്നു. ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്കതൊരു എന്താ പറയുക തമാശയായിട്ട് തോന്നുന്നതാണ്. ഇവിടെ വെങ്ങളത്തൊരു റെസിഡൻസിന്റെ ഷോർട്ട് ഫിലിം ചെയ്യാൻ പോയതാ. അത് ഇതേപോലെ തന്നെ ശ്രീലക്ഷ്മി ചേച്ചിന്റെ കൂടെ ഞങ്ങളെ നാടകത്തിൽ അഭിനയിച്ച ഈ ഗംഗയുണ്ട്, സായുജുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ 4-3 പേരാണ് അവിടെ പോയി ഷോർട്ട് ഫിലിം ചെയ്തത്. അപ്പം എന്താന്ന് വെച്ചാല് അതും ഇതേപോലെ തന്നെ 4-5 ദിവസം അവിടെ നിൽക്കുക, നമ്മൾ അഭിനയിക്കുക. ഈ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രിയിലായ സമയത്ത് ഇത് ഡബ് ചെയ്തത് ഞാനല്ല. അപ്പൊ ഈ സാധനം സ്ക്രീനിലോട്ട് വന്ന് വേറൊരാൾ ഡബ് ചെയ്ത് ഞാൻ കാണുമ്പോൾ എന്താ പറയാ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടാണ്ട് ചെയ്തൊരു ഇതായിരുന്നു. അപ്പൊ ഞാനതിങ്ങനെ നമ്മളതിന് കാശൊന്നും വാങ്ങാണ്ട് ചെയ്തൊരു പ്രൊജക്റ്റ് ആയിരുന്നു. അത് നമ്മളൊന്നും മേടിക്കൊന്നും ചെയ്തിട്ടില്ല. അത് അവരുടെ ഒരു ആഗ്രഹം, കുറച്ച് ആൾക്കാരുടെ കൂട്ടായ്മയുടെ ഒരു ആഗ്രഹം ഷോർട്ട് ഫിലിം ആക്കി അതിന്റെ കൂടെ ഭാഗമായി നിന്നൊടുക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ അങ്ങനെ കണ്ടിട്ട് ചെയ്തതാണ്. അപ്പൊ എന്താ പറയാ, എനിക്ക് അന്നേരമാണ് മനസ്സിലാകുന്നത് ഞാനത് അതിലൂടെ എനിക്ക് കിട്ടിയൊരു തിരിച്ചറിവ് അതാണ്. ഞാനത് അങ്ങനെ വിട്ടേച്ചായിരുന്നു. ഞാൻ അഭിനയിച്ചു പോയി, ഇനിയിപ്പോൾ ഡബിങ്ങിനൊന്നും എനിക്ക് വരേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പം അത് വേറൊരാൾ ഡബ് ചെയ്ത് ഇച്ചിരി മോശമായി പോയപ്പം എനിക്കത് ഇപ്പൊ കാണുമ്പോൾ എനിക്ക് ചിരി വരും. അത് നമുക്ക് വളരെ കോമഡി ആയിട്ട് വന്നു. ആ സമയത്ത് എനിക്ക് വളരെയധികം നമ്മളെ ബാധിക്കുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ചെയ്ത പോലെ അല്ല അത് ഡബ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു തരം ഒരു അവിയിൽ കുഴഞ്ഞ പരുവത്തിലാണ് ആ സാധനം പുറത്തോട്ടേക്ക് വന്നത്. അപ്പൊ അത് കണ്ടപ്പോൾ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ അഭിനയിക്കുന്നത് പോലെ തന്നെ നമ്മളുടെ ഓരോരോ ഡയലോഗ്സ് ആയാലും അതിന്റെ പ്രസന്റേഷൻ ആയാലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാവുന്നതും. പിന്നെ എപ്പോഴും ഞാൻ
അത് എനിക്കൊരു ഭാഗ്യം ഉണ്ടെന്ന് വെച്ചാൽ ഈ നാരായണിയുടെ 3 ആൺമക്കളിൽ എൻ്റെ ഓൺ വോയിസ് ആണ് ചെയ്തത്. ഞാൻ അത് ഡബ് പോലും ചെയ്തിട്ടില്ല. നമ്മൾ അഭിനയിക്കുമ്പോൾ ഡയറക്റ്റ് എടുത്ത വോയിസ് ആണ് സിനിമയിൽ യൂസ് ചെയ്തത്. അതിന്റെ നോയ്സ് ഒക്കെ കളഞ്ഞിട്ടുണ്ട് അവര്. അപ്പൊ അത് ഡയറക്റ്റ് യൂസ് ചെയ്തപ്പോൾ തന്നെ അത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം എന്താ പറയാ ഒരു പ്രൗഡ് തോന്നി. നമുക്ക് ഒരു സിനിമയിൽ ഫസ്റ്റ് പടത്തിലൊന്നും ഒരിക്കലും അത് എത്ര വലിയ ചിലപ്പം വലിയ വലിയ ആക്ടേഴ്സ് പോലും വന്നു പോവുകയോ അല്ലെങ്കിൽ നിൽക്കുകയോ ഒക്കെ ചെയ്ത സമയമായിട്ട് ഇത് ഫസ്റ്റ് പടത്തിനെ നമുക്ക് 1 മിനിറ്റിന്റെ അടുത്ത് ഡയലോഗ് ആ ഒരു സീൻ വന്ന് അതിൽ കുറച്ച് ഡയലോഗ് ഒക്കെ പറയാൻ പറ്റി. അത് ഓൺ വോയിസ് ആണെന്നുള്ളതാണ് എനിക്കതിൽ അഭിനയിച്ചതിനേക്കാളും കൂടുതൽ എന്താ പറയുക എനിക്ക് ഉള്ളിൽ നിന്നൊരു ഹാപ്പിനെസ് തോന്നിയത് അതെൻ്റെ ഓൺ വോയിസ് ആണല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ്. അപ്പൊ ഇത് ഷോർട്ട് ഫിലിം ഞാൻ പിന്നെ കുറെ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ഒന്നൊന്നും ഞാൻ അങ്ങനെ ഓർമ്മയിൽ വെക്കുന്നില്ല. എല്ലാം യൂട്യൂബിൽ ചെയ്ത കുറെ സാധനങ്ങളാണ്. ഷോർട്ട് ഫിലിം നല്ലൊരു എന്താ പറയാ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് സത്യം പറഞ്ഞാൽ. അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് പിന്നെ ഓർക്കാനുള്ള നമ്മളെ തുടക്കത്തിന് നമുക്ക് പറയാനോ പറ്റുന്ന കുറെ കാര്യങ്ങളാണ്. ഞാൻ പറയുന്നത് എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ക്രേസ് അതായിരുന്നു. അത് എത്ര ചെറുതാണോ വലുതാണോ ഞാൻ നോക്കില്ല. എനിക്ക് അഭിനയിക്കുന്ന റോൾ കിട്ടി ഞാൻ എന്തായാലും പോയി അഭിനയിക്കും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും നാടകത്തിലാണോ അതോ എന്താണെങ്കിലും മോണാക്ട് മാത്രമാണ് ഞാൻ ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമുള്ളൂ. ബാക്കി എന്താണെങ്കിലും എന്നെ വിളിച്ചാൽ ഞാൻ ഓടിപ്പോയി ചെയ്യും. കാരണം എനിക്ക് അഭിനയത്തോട് അത്രയും ക്രേസാ. എനിക്ക് മുന്നുണ്ടായിരുന്ന ഒരു ഹോബി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഞാനിങ്ങനെ ഓരോരോ സിനിമയുടെ ഡയലോഗ്സ് ഞാൻ തന്നെ പ്രസന്റ് ചെയ്യും. അമ്മയൊക്കെ നോക്കിയിട്ട് നിനക്ക് എന്താ വട്ടായോ, നീ എന്തിനാ ഇങ്ങനെ ചെയ്യണേ? ഞാൻ അങ്ങനെ കുറെ ആൾക്കാരെ നിരീക്ഷിച്ചിട്ട് സിനിമയിലെ ക്യാരക്ടേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക ഈ WWE ഒക്കെ ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഈ സാധനം ഞാൻ കണ്ണാടിന്റെ മുന്നിൽ ഒറ്റയ്ക്ക് പോയിട്ട് ഇങ്ങനെ ചെയ്യും. എന്നിട്ട് ഞാൻ തന്നെ ഇടി കൊണ്ട് വീഡിയോ ഒക്കെ ചെയ്യും. അതുപോലെ ഞാൻ ഇങ്ങനെ കാണിക്കും. അപ്പൊ ഈ സാധനം ഇങ്ങനെ ആക്ഷൻസ് എപ്പോഴും ചെയ്യും. അപ്പോൾ എന്താ പറയാ എനിക്ക് ആ അഭിനയത്തിനോട് അത്രയും അത് എങ്ങനെയോ എൻ്റെ കൂടെ വന്ന് ചേർന്നതാണ്. കാരണം ഞാൻ ആക്ടിങ് പഠിക്കാനായിട്ട് പോയിട്ടില്ല, ഒരു സ്ഥലത്തും ആക്ടിങ് പഠിക്കാനായിട്ട് പോയിട്ടില്ല. ഇങ്ങനത്തെ കുറെ ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ആ ക്യാമ്പിന്റെ വൈബിൽ പോകുന്നതാണ്. ക്യാമ്പിൽ ആക്ച്വലി അഭിനയം പഠിക്കുക എന്നുള്ളൊരു സാധനമൊന്നും ഇല്ല. ആക്ടിങ് ക്യാമ്പല്ല ഞാൻ പറയുന്നത്, തിയേറ്ററിങ് ക്യാമ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. അത് അവിടെ ഒത്തുചേരുക എന്നുള്ളൊരു പരിപാടിയാണ് അഭിനയത്തിനേക്കാളും കൂടുതൽ. അപ്പൊ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. തുളസീദാസ് എന്ന് പറയുന്നൊക്കെ ഒരു വളരെയധികം എന്താ പറയുക ഫേമസ് ആയിട്ടുള്ളൊരു നാടകത്തിൻ്റെ സാറിൻ്റെ ക്യാമ്പിലൊക്കെയാണ് ഞാൻ പോയിട്ടുണ്ട്. ഈ മനോജ് സാറിൻ്റെ ക്യാമ്പിലുണ്ടായിരുന്നു. പിന്നെ മലപ്പുറമുള്ള ഈ അടുപ്പ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ചെയ്യുന്ന സാറുണ്ട്. പുള്ളിക്കാരൻ്റെ പേരെൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പം വിട്ടുപോയതാണ്. പുള്ളിക്കാരൻ്റെ ക്യാമ്പിൽ അങ്ങനെ കുറേ ക്യാമ്പുകളിലൊക്കെ പോയി നിന്നിട്ടുണ്ട്. അപ്പം എന്താ പറയുക അഭിനയം എന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് തന്നെ വന്നൊരു സാധനമാണ്. അപ്പം ആ ഒരു ക്രേസിൻ്റെ പുറത്ത് ഞാനിപ്പോൾ എന്ത് റോള് കിട്ടിയാലും ചെയ്യും. എനിക്കതിനൊരു മടിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഈ ഫസ്റ്റ് മൂവി നാരായണീന്റെ ആൺമക്കൾ എന്ന് പറഞ്ഞ സിനിമ 3 ആൺമക്കൾ എന്ന് പറഞ്ഞ സിനിമയില് തിയേറ്ററിൽ പോയി കണ്ട ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. അതായത് നമ്മുടെ പേര് ലാസ്റ്റിൽ ഇങ്ങനെ എഴുതി വരികയാണ്. അതൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. ഞാൻ വിചാരിച്ചെന്ന് വെച്ചാല് ഒരു എന്താ പറയാ ഈ വേനൽക്കാലത്ത് ചാറ്റൽ മഴ പെയ്യണത് പോലെ വന്നങ്ങ് പോകുന്നു വിചാരിച്ചതാണ്. ഞാൻ ചിലപ്പോ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഈശ്വരാ സീനൊന്നും കട്ടായി പോവല്ലേന്ന്. കാരണം നമുക്ക് പറയാൻ പറ്റില്ല. അത് ഇപ്പൊ എത്ര വലിയ പടമായാലും ആ പടത്തിന് ആവശ്യമില്ലാത്തതാണെങ്കിൽ, കാരണം മൂവിയുടെ മേക്കിംഗ് എങ്ങനെയാണ്, ഈ പടം എടുത്ത് തീരുമ്പോൾ 5-5.5 മണിക്കൂർ ഉണ്ടാവും ചില പടങ്ങൾ. അത് എഡിറ്റർ കട്ട് ചെയ്ത് ഒരു 2-2.5 മണിക്കൂറിലേക്ക് ആക്കുക ചെയ്യാം. അപ്പൊ ഡയറക്ടറിന് വേണം തോന്നുന്ന ഷോട്ടുകളൊക്കെ പല ഷോട്ടുകളും എന്താ എക്സ്ട്രാസ് ആയിട്ട് എടുത്തു വെക്കാം. അപ്പം എൻ്റെ ക്യാരക്ടറിന് ഈ മൂവിയിൽ വലിയൊരു പ്രാധാന്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച ചില 1-2 ഷോട്ട് കട്ടായി ഇപ്പോൾ ഒരു ഷോട്ടിട്ടാണ് ഉണ്ടാവുന്നുള്ളത്. പക്ഷെ ഭാഗ്യത്തിന് എൻ്റെ 3 ഷോട്ടുകൾ ഈ പടത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ 3 ഷോട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് തന്നെ എന്താണ് തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാൻ ഒറ്റയ്ക്കാ പോയി കണ്ടത്. ഇതിന്റെ റീസൺ തന്നെ ഇതാണ്. ഷോട്ട് ആരെങ്കിലും വിളിച്ചോണ്ട് പോയിട്ട് ഷോട്ട് കട്ടായി പോകണ്ടെന്നുള്ള രീതിയിലാണ് ഞാൻ ആരെയും വിളിക്കാണ്ട് പോയി ഒറ്റയ്ക്ക് പോയിരുന്നാണ് സിനിമ കണ്ടത്. ബാക്കിയുള്ളവരൊക്കെ എന്താ പറയുക സിനിമ എൻജോയ് ചെയ്യുന്ന കാണുമ്പം തന്നെ തുടക്കത്തില് ചില അതിൽ കോമഡികളായിട്ടൊന്നും പറയുന്നില്ല, പക്ഷെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതിൽ എന്താ പറയാ ഒരു വയസ്സായ മുത്തശ്ശി വീട്ടിലോട്ട് വരുന്നുണ്ട്. അത് നമ്മളെ കുടുംബത്തിൽ ഇങ്ങനെ പരദൂഷണം പറയുന്ന ഒരു മുത്തശ്ശിയായിട്ടും ഗാർഗിയുടെ അമ്മ പറയുന്ന പല ഡയലോഗുകളും നമ്മളെ സ്വന്തം അമ്മ പറയണതായിട്ടൊക്കെ നമുക്ക് തോന്നും. അപ്പൊ ഇതൊക്കെ കണക്ട് ചെയ്തിട്ട് ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ട്, അവര് പുഞ്ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പം എനിക്ക് ഭയങ്കര ഇതിൽ നിന്ന് തന്നെ എനിക്കെന്താണ് ഞാൻ ചെയ്ത ഒരു വളരെ നല്ലൊരു പടമാണല്ലോ എന്നാണ് ഫസ്റ്റ് എൻ്റെ മനസ്സിലോട്ട് വന്ന തോട്ട് ഈ പടം ഇറങ്ങി കഴിഞ്ഞത്. ബാക്കി എൻ്റെ അഭിനയവും പേര് കാണിക്കുന്നൊക്കെ രണ്ടാമത്തെ സെക്കൻഡറി ആയിരുന്നു എനിക്ക്. അപ്പൊ പിന്നെ പേര് കാണിച്ചപ്പോൾ തന്നെ എന്താണ് നമ്മളെ എന്താ പറയുക ഈ പടത്തിൽ ഡയറക്ടറിന്റെ എല്ലാവരും ഒരു വില തരുന്നുണ്ട് എന്നുള്ളത് ഒരു എന്താ പറയുക ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്.
പിന്നെ ഒറ്റയ്ക്ക് ആ പടം കണ്ട് ആ സീൻ കണ്ട് എന്താ പറയുക, എനിക്ക് ആകെ ഉണ്ടായിരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ആ സമയത്ത് എനിക്ക് കുറച്ചുകൂടി നന്നാക്കാൻ പറ്റുമായിരുന്നുള്ളൊരു തോട്ട് മനസ്സിലുണ്ടായിട്ടുണ്ട്. ബാക്കിയെല്ലാം കൊണ്ട് നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. അതെന്തായാലും ഇനി അടുത്ത പടങ്ങളിലൊക്കെ വരാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഓക്കെ, അത് നമുക്ക് ഇതൊരു ബിഗിനിങ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. എന്തായാലും മുന്നോട്ട് സിനിമയുടെ കൂടെ പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാം അതുപോലെ ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ജിതിനെ ഇത്രയും സമയം നമുക്ക് വേണ്ടി ചിലവാക്കിയാൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇനിയും നല്ല പ്രോജക്റ്റ് ജിതിന് വരാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ സ്റ്റോറി ബോർഡ് ടീമും ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എന്നെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തതിൽ ഞാൻ തിരിച്ചങ്ങോട്ട് നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ സമയം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിൽ ഞാൻ എന്താ പറയുക, വളരെയധികം നന്ദി അറിയിക്കുന്നു. അപ്പം സ്റ്റോറി ബോർഡ് ടീമിനും എൻ്റെ താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.